നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ലക്ഷ്മി. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് കോപ്പർ ടീയെക്കുറിച്ചാണ്. എല്ലാവർക്കും അറിയാം, കോപ്പർ ടീ എന്ന് പറയുന്നത് വളരെ ഫലപ്രദമായിട്ടുള്ളൊരു കുടുംബാസൂത്രണ പദ്ധതിയാണ്. പക്ഷേ ഇത്രയും ഫലപ്രദമായിട്ടും അത് അധികം പ്രചാരത്തിലുള്ളതല്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് കോപ്പർ ടീ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടാകുന്ന പാർശ്വഫലങ്ങളെക്കുറിച്ച് ഉള്ള ഭയമല്ല. അതിന് കാരണം കോപ്പർ ടീ പ്രചാരത്തിൽ വരുന്നതിന് മുന്നേ ലിപ്പിസ് ലൂപ്പാണ് ഇട്ടിരുന്നത്. ലിപ്പിസ് ലൂപ്പ് ഇടുന്നതിൻ്റെ ടെക്നിക്കൽ പ്രോബ്ലംസ് കൊണ്ടായിരിക്കണം ആ സമയത്ത് ഇൻഫെക്ഷൻസ്, ബ്ലീഡിങ്, ഗർഭിണിയാവുന്ന അവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഭയം കൊണ്ടായിരിക്കാം കോപ്പർ ടീ ഇത്രയും പ്രചാരത്തിലല്ലാതാവാനുള്ള കാരണം. കോപ്പർ ടീ ഇട്ട് കഴിഞ്ഞാൽ കോപ്പർ ടീ ഈ രീതിയിലല്ല നിക്ഷേപിക്കുന്നത്. കോപ്പർ ടീ വളരെ വേദന രഹിതമായിട്ടുള്ള രീതിയിലാണ് കോപ്പർ ടീ ഗർഭപാത്രത്തിനകത്ത് നിക്ഷേപിക്കുന്നത്. ഉള്ളു പരിശോധിക്കുന്ന പോലെ കിടന്നിട്ട് ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ വളരെ സുഖമായിട്ട് ചെയ്തിട്ട് പോകുന്നൊരു പ്രൊസീജിയറാണ്. പലരും ഇത് ഇടുന്നത് അറിയുന്ന പോലുമില്ല. ഒരു കോപ്പർ ടീ ഇട്ട് കഴിഞ്ഞാൽ 10 വർഷത്തേക്ക് പിന്നെ വേറൊരു കുടുംബാസൂത്രണ രീതി നമ്മൾ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കോപ്പർ ടീക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത തീരെയില്ല. പിന്നെ കോപ്പർ ടീ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഗർഭിണിയാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1000-ൽ 2-ഓ 3-ഓ മാത്രമാണ്. പിന്നെ ഇതിന് പാർശ്വഫലങ്ങൾ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പർ ടീ നമ്മൾ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ട് ഉള്ള 2-ഓ 3-ഓ മാസക്കുളിയിൽ രക്തസ്രാവം കുറച്ച് അമിതമായിട്ടുണ്ടാവും. അത് സാധാരണ പേഷ്യൻസിനോട് പറഞ്ഞ് മനസ്സിലാക്കാറുള്ളതാണ്. പക്ഷേ ഈ 2-ഓ 3-ഓ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ കോപ്പർ ടീ ഇടുന്നതിന് മുന്നേ അമിത രക്തസ്രാവം ഉണ്ടായിരുന്ന ആൾക്കാർക്കും രക്തസ്രാവം നോർമലായിട്ട് മാറുന്നുണ്ട്. അതാണ് കോപ്പർ ടീയുടെ ഒരു ഗുണം എന്ന് പറയുന്നത്. പിന്നെ കോപ്പർ ടീ ഇട്ട് കഴിഞ്ഞാൽ ട്യൂബൽ പ്രഗ്നൻസി വരുമോ എന്നുള്ളതാണ് സാധാരണ കേൾക്കുന്ന വേറൊരു സംശയം എന്ന് പറയുന്നത്. കോപ്പർ ടീ ഇടുമ്പോൾ പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത 1000-ൽ 2-ഓ 3-ഓ ആണെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി അല്ലെങ്കിൽ ട്യൂബിൽ പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് 10,000-ൽ 2-ഓ 3-ഓ ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഫലപ്രദമായിട്ടുള്ള ഈ ഒരു മെത്തേഡ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ഒഴിവാക്കാൻ പറ്റും. അതുവഴി അൺവാണ്ടഡ് ആയിട്ടുള്ള അബോർഷൻസും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഗവൺമെൻറ് ഫ്രീ ആയിട്ടാണിത് ചെയ്തു കൊടുക്കുന്നത്. കോപ്പർ ടീ എങ്ങനെയാണ് ഗർഭനിരോധനം ഉണ്ടാക്കുന്നത്? കോപ്പർ ടീക്കകത്തുള്ള കോപ്പർ അയോൺസ് ബീജത്തിന് അകത്ത് പ്രവേശിച്ചിട്ട് ഫലോപ്പിയൻ ട്യൂബിൽ പ്രവേശിച്ച് അണ്ഡവുമായിട്ട് യോജിക്കുന്നതിനെ തടയുന്നു. അങ്ങനെയാണ് കോപ്പർ ടീ ഗർഭനിരോധനം ഉണ്ടാക്കുന്നത്. പിന്നെ ആർക്കൊക്കെയാണ് കോപ്പർ ടീ ഇടാൻ പാടില്ലാത്തത്? ഒന്ന്, ഗർഭാശയത്തിലെ മുഴകളുള്ളവർക്ക്, കാരണം കണ്ടുപിടിക്കാനാവാതെ ഗർഭാശയത്തിൽ നിന്ന് ബ്ലീഡിങ് ഉള്ളവർക്ക്, നിലവിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അതല്ലാന്നുണ്ടെങ്കിൽ ലൈംഗികമായിട്ട് വരുന്ന എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉള്ള ആൾക്കാർ, ഗർഭാശയത്തിൻ്റെയോ അണ്ഡാശയത്തിൻ്റെയോ സൈഡിലായിട്ട് എന്തെങ്കിലും അണുബാധയുള്ളവർ, അതായത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉള്ളവർക്ക്, പിന്നെ നിലവിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ, ഇവർക്കൊന്നും, പിന്നെ യൂട്രസിൻ്റെ ഷേപ്പിൽ ജനിക്കുമ്പോഴേ വ്യത്യാസപ്പെട്ട് വരുന്ന ആൾക്കാരുണ്ടായിരിക്കാം. നോർമൽ യൂട്രസിൻ്റെ ഷേപ്പ് അല്ലാതെ വ്യത്യാസമായിട്ട് വരുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അവരിലും ഈ കോപ്പർ ടീ ഇടാനായിട്ട് ശുപാർശ ചെയ്യുന്നില്ല. പിന്നെ കോപ്പർ ടീയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് സമയത്താണോ വേണ്ട എന്ന് തോന്നുന്നത് നമുക്ക് ആ സമയത്ത് ഒരു OPയിൽ വന്നിട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഓപ്പറേഷനോ അങ്ങനെ ഒന്നും വേണ്ട, ഈസി ആയിട്ട് കോപ്പർ ടീ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയാണ് കോപ്പർ ടീയുടെ അഡ്വാൻറ്റേജസ്.